കാറ്റത്ത് കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാസ്കരൻ്റെ അളിയനാണ് അത്. പുതിയതായി വന്ന കഥാപാത്രം അത് ഭാസ്കരൻ്റെ അതായത് ഭാസ്കരൻ ഭാര്യനെ കൊന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി നാട്ടിൽ നിന്ന് പോയത് കൊണ്ടും ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അയാൾ ജയിലിലായല്ലോ, അങ്ങനെയൊക്കെയാണ് ആ ബന്ധം അങ്ങോട്ട് തകർന്നു പോയത്. എന്തായാലും ഇപ്പോൾ തൻ്റെ സഹോദരനെ കൊന്ന ആൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കടയിൽ നിന്ന് അറിഞ്ഞതോടുകൂടി അയാൾ അവിടേക്ക് ചെല്ലുന്നു. ആൾ ചെന്ന് പ്രസിഡൻ്റാക്കാൻ നോക്കണം. ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലലും അടിക്കലും. സുധീഷ് കയറി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിനെയും പിടിച്ചടിക്കുന്നുണ്ട്. അത് കാരണം സുധീഷ് പിടിച്ച് ഉന്തുന്നുണ്ട് അയാളെ. അച്ഛനെ തള്ളിയിട്ടപ്പോൾ അതേപോലെ തന്നെ സുധീഷും പ്രതികരിക്കുന്നുണ്ട്. സുധീഷിനെ അടിക്കുന്നുണ്ടപ്പോൾ അനിയന്മാർ വേഗം ചാടി വീഴും. പക്ഷേ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റലും തല്ലലും ബഹളവും അങ്ങനെ കുറേ നേരം വഴക്കൊക്കെ. അപ്പോൾ ലളിതയ്ക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായപ്പോൾ ലളിത നമ്മുടെ സുനന്ദോട് പറഞ്ഞു കൊടുക്കണം, ഭാസ്കരൻ്റെ ഭാര്യയുടെ ആങ്ങളേനെ അത് എന്ന് പറയും. അങ്ങോട്ട് അയാളോട് വന്ന് പറയും, എടോ നിങ്ങൾ ഇപ്പം ഇവിടെ വെച്ചൊരു ബഹളം ഉണ്ടാക്കല്ലേ എന്ന് പറയും. ഓ നിങ്ങളുണ്ടല്ലേ, നിങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ, ഇപ്പോൾ കൂട്ടായോ? കൂട്ടോ അത് ഈ ജന്മത്താവില്ല, എന്നാലും ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ കുളിച്ച് തൊഴാൻ വന്നാണെന്ന് പറയും. അപ്പോൾ ഭാസ്കരനോട് അപ്പോൾ നമ്മുടെ നികേഷ് പറയും, മതി നിർത്ത്, കുറേ നേരമായി തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ മറ്റൊരുത്തൻ ചോദിക്കും, ഇതാരാണ്? ഭാസ്കരന് 3 മക്കളല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഭാര്യയുടെ ആങ്ങള പറയുന്നുണ്ട്, അതെ 3 മക്കൾ തന്നെ ഉള്ളൂ, അതിന് ശേഷമേ അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന്, അതിലുണ്ടായതാണ് ഈ ചെക്കൻ. നാട് മുഴുവൻ പെണ്ണും കെട്ടി നടക്കല്ലേ, എവിടൊക്കെ ഇനി പെണ്ണുങ്ങളുണ്ടെന്ന് ആർക്കറിയാം, ലോറിയും കൊണ്ട് തെണ്ടി കിടക്കലല്ലായിരുന്നു ഇവൻ്റെ പണി എന്നൊക്കെ പറയും. അപ്പം നിധിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നിധി പറയും, മതി നിർത്ത്, അനാവശ്യം പറയാൻ നിൽക്കരുത്, ഞങ്ങളെ അമ്പലത്തിൽ കുളിച്ച് തൊഴാൻ വന്നാണ്, അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോണ്, നിങ്ങളായിട്ട് വഴക്കുണ്ടാക്കാനും ഒന്നിനും വന്നതല്ല, അനാവശ്യമായിട്ട് സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട എന്ന് പറയും. അപ്പോൾ ഒരു പ്രായമായ ഒരു കാരണവർ പറയും, ആ പെൺകുട്ടി പറഞ്ഞതാണ് ശരി, ഒരു വർഷങ്ങൾക്ക് ശേഷം അമ്പലത്തിലേക്ക് വന്നതല്ലേ നല്ല കാര്യത്തിന്, അവർ വന്ന് അത് അവരെ കാര്യം കഴിഞ്ഞ് അവർ പോട്ടെ, പിന്നെ എന്തിനാണ് സംസാരിക്കാൻ നിൽക്കണേന്നൊക്കെ പറയും. വീണ്ടും ഭാസ്കരനോട് പറയണേ, ഇത് നിൻ്റെ കുടുംബമായിട്ട് വന്നതുകൊണ്ട് നിന്നോട് ഞാൻ ക്ഷമിക്കണേ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തന്നെ, നീ എന്നെ മൂക്കി കയറ്റോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ. ഞാൻ ഇനിയും വരുവാടാ, ഞങ്ങൾ എല്ലാ മാസവും എല്ലാ വർഷവും ഇനി ഈ അമ്പലത്തിൽ വരും, ഇവിടെ നിൽക്കും, ഇവിടെ നിന്ന് കുളിച്ചു തൊഴും, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് കാണിച്ചു താടാ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗുണ്ട അയാളെ വിളിച്ചിങ്ങോട്ട് പോകുന്നുണ്ട്. വലിച്ച് പിടിച്ച് വണ്ടിയിൽ കയറ്റി പോകുന്നുണ്ട്. പോകുന്ന പോക്കിന് വീണ്ടും ഓരോന്നൊക്കെ വിളിച്ച് പറയും. അങ്ങനെ നമ്മുടെ സുഭാഷ് പറയും, മതി. അപ്പോൾ ഇതിനിടയ്ക്ക് സുഭാഷ് അമ്മാവാന്ന് വിളിക്കുമ്പോൾ, ആരണ്ട നിൻ്റെ അമ്മാവൻ? ഞാനൊരാളുടെ അമ്മാവനല്ല, ഞാൻ ബന്ധം പുതുക്കാൻ വന്നതല്ല എന്ന് പറയും. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ടല്ല, മതി എല്ലാവരും നമ്മൾ വന്ന കാര്യം നടന്നല്ലോ, ഇനി നമുക്ക് പോകാം നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറയും. അപ്പോൾ സുധീഷ് ചോദിക്കും, അപ്പോൾ നമ്മൾ ഈ നാട്ടിലേക്ക് ഇനി വരുന്നതെന്ന് സുഭാഷ് ഏട്ടൻ അറിയായിരുന്നോ എന്ന് ചോദിക്കും. സുഭാഷ് ഏട്ടനോട് തറവാട്ടമ്പലം ഏതെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞല്ലോ. എടാ സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറയും. പിന്നെ ഇങ്ങോരെ കണ്ടപ്പോൾ അമ്മാവന് വേഗം വിളിച്ചല്ലോ, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഇങ്ങോരെ അമ്മാവനെന്നുള്ള കാര്യം. അത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാടെന്ന് അറിയാം, പക്ഷേ ഇവിടെ വന്നാൽ പല പ്രശ്നങ്ങളുണ്ടാവും എന്നറിയാവുന്നത് കൊണ്ടാണ് ഒന്നും പറയാണ്ടിരുന്നതും ഈ നാട്ടിലേക്ക് വരാണ്ടിരുന്നതും എന്ന് പറയും. ഓ അങ്ങനെയെന്ന് പറയും. അതെ ഇപ്പം മനസ്സിലായില്ലേ ചില കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. എൻ്റെ മക്കൾ എന്നോട് തറവാട്ടമ്പലം ചോദിച്ചപ്പോൾ ഞാൻ അമ്പലം അറിയില്ല എന്ന് പറഞ്ഞത് ഇങ്ങനൊരു കാരണം കൊണ്ട് തന്നെയാണ്, ഇവിടെ വന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അറിയാവുന്നത് കൊണ്ടും എന്നും ഭാസ്കരനും പറയും. അതിനുശേഷം എല്ലാവരും കൂടി പോകാമെന്ന് പറയും. നമ്മൾ പേടിച്ച് പോകണോ, നമ്മൾ എന്തിന് പേടിച്ച് പോകണമെന്ന് സുധീഷ് ചോദിക്കും. വേടാ പേടിച്ച് പോകണതല്ല, നമ്മളിപ്പോൾ വന്നതിൻ്റെ ആവശ്യം കഴിഞ്ഞു, നമ്മൾ ഇനിയും വരും, നമ്മളൊരാളെയും പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ അമ്പലത്തിൽ വരണമെന്ന് തോന്നിയാൽ നമ്മൾ ഇനി വരും എന്നും പറഞ്ഞ് അവരോട് എല്ലാവരോടും പാക്ക് ചെയ്യാൻ പറഞ്ഞ് അകത്തേക്ക് പോകും. ആ സുധീഷ് പെട്ടെന്ന് ഇങ്ങനെ തോളിങ്ങനെ ഞെക്കണ്. അപ്പം എന്താ എന്ന് നിധി ചോദിക്കും, എന്താ സുധീഷ് എന്ന് ചോദിക്കും. ഒന്നുമില്ല എന്നറിയും. വേദന എടുക്കണ്ടോയെന്ന് ചോദിക്കും. ഇല്ല എന്നറിയും. നോക്കട്ടെ എന്നറിയും. നോക്കിയാൽ പിന്നെ ചതഞ്ഞ് കിടക്കണം. നല്ല ഇടി കിട്ടിയിട്ടുണ്ട് അയാളേന്ന് ശരിക്കും. എന്നിട്ട് സ്വന്തം പെങ്ങളെ മോനെന്ന് പോലും ഓർക്കാണ്ടാണ് ഇങ്ങനെ ഇടിക്കണേന്ന് വെച്ച് സുധീഷിനോട് നമ്മുടെ നിധി ദേഷ്യപ്പെട്ടിട്ട് ഒരു ഓയിൽമെൻറ്റ് പോയി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അപ്പോൾ സുധീഷ് പറയും, നിധി ഞാൻ വരട്ടാന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ പുരട്ടി തരാമെന്ന് പറഞ്ഞ് നിധി തന്നെ പുരട്ടി ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിനത് ഭയങ്കര സന്തോഷമാവും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് തറവാട്ടമ്പലത്തിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ കിളിക്കൂട്ടിലേക്ക് എത്തുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഭാസ്കരൻ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി പഴയ പാട്ടും പാടി മദ്യപിക്കാനിരുന്ന് അകത്തേക്ക് കയറി വഴിക്ക് തന്നെ ഹരീഷ് പെട്ടെന്ന് പറയും, ചേട്ടാ ഞാൻ നീതുവിനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയും. എടാ ഞാനും വരാമെന്ന് സുധീഷ് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയും. ചേട്ടൻ ഇത്രയും നേരം വണ്ടി ഓടിച്ചതല്ലേ,
ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് പോവുകയാണ്. അപ്പോൾ ഹരീഷിന് അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഇത് പറഞ്ഞതും പ്രഗ്നൻ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഹരീഷ് പോയതിൻ്റെ പിന്നാലെ സുധീഷ് എനിക്കൊരു ആവശ്യമുണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോകും. അതെന്താണ് ഈ രാത്രി എന്താ ആവശ്യം, അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറയും. എന്തായാലും അനിയൻ്റെ പിന്നാലെയാണ് ചേട്ടൻ പോകുന്നത്. ചേട്ടനൊരു സമാധാനമില്ല, ആ വീട്ടിലേക്ക് കയറി ചെന്നാലും പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന്. എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹരീഷ് നീതുവിൻ്റെ വീട്ടിലേക്കാണ് കയറി പോണത്. അവിടെ ചെന്നിട്ട് നീതുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷ് ഇരുന്ന് പറയുന്നുണ്ട്, ഓ അച്ഛനെ ആയൻ്റെ ഒരു ടെൻഷൻ കണ്ട, കുഞ്ഞായിട്ടുള്ളൂ അപ്പോഴത്തേനും കാണാനുള്ളൊരു വെപ്രാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നീതുവിന് ഫോൺ ചെയ്യും. അപ്പോൾ നീതു പറയും, അതെ എനിക്ക് ഇന്ന് ഭയങ്കര ഛർദിയായിരുന്നു, അതാരണം കൊണ്ടേ ഭയങ്കര ക്ഷീണമെന്ന് പറയും. നീ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയല്ലേട്ടാ, നീ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ, എന്നാൽ നീ ഫ്രണ്ടിലേക്ക് വാ, ഞാൻ നിൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ടെന്ന് പറയും. ഇവിടെയോ, നിനക്ക് എങ്ങനെയുണ്ട് ഛർദി വരുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. നീ എന്നെ സംശയിക്കാനില്ല, നീ എന്നോട് മിണ്ടണ്ടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതോടുകൂടി അങ്ങോട്ട് ദേഷ്യം കൂടും. നീതു എന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്ന് അങ്ങോട്ട് വിളിക്കും. അപ്പോൾ അഖിലാണ് വാതിൽ തുറക്കണോ, നീയോ നിന്നൊന്ന് കാണാനിരിക്കുന്നുണ്ട്, അപ്പം നിന്നെ ഇങ്ങോട്ട് കിട്ടിയല്ലേ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. അങ്ങനെ നീതുവിൻ്റെ അച്ഛൻ കയറി വരും. അച്ഛൻ വന്ന് ചന്ദ്രൻ കയറി വന്ന് രണ്ടാളെയും പിടിച്ച് മാറ്റി വലിച്ച് മാറ്റിയിടാൻ നാട്ടുകാരെ അറിയിക്കാണ്ട് കയറിപ്പോടകത്തെന്ന് പറഞ്ഞ് മോനെ അകത്തേക്കും കയറ്റും. ഹരീഷിനോട് പറയും, നീ അകത്തേക്ക് വാന്ന് പറയും. എന്തിന്, വാ അകത്ത് ഇന്ന് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ അകത്ത് കയറി വാതിലടിക്കുമ്പോൾ വീണ്ടും തല്ലി, രണ്ടുപേരും കൂടെ കീരിയും പാമ്പുമായിട്ട് അടിയോടടി. അപ്പോൾ നീതുവും അകത്തേന്ന് വരും, അമ്മയും വരും. ഇവനെന്ത് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചെറുക്കനെ വിടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ. അതിനുശേഷം വാതിലുമ്പോൾ മുട്ടുന്ന കണ്ട നാട്ടുകാരെ അറിയിച്ച് സമാധാനമായില്ലേന്ന് പറഞ്ഞ് ചന്ദ്രൻ ഒച്ചെടുത്ത് വാതിൽ വന്നു വരുമ്പോൾ സുധീഷ് നോക്കുമ്പോൾ ഹരീഷ് അഖിലും കൂടി തല്ലുകൂടുന്നു. അങ്ങനെ അഖിലിനെ പിടിച്ച് വലിച്ച് മാറ്റി മുഖത്ത് ഇടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയും, സുധീഷേട്ടാ വേണ്ട, നിങ്ങൾ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. ഓഹോ നീ ആളെയും കൂട്ടിയിട്ടല്ലടാ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ വന്നതെന്നറിയും. എന്നിട്ട് നീതുവിൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഹരീഷ്. പ്രമഭാഗത്തിലാണെങ്കിൽ നമ്മുടെ സുഭാഷ് അവരാരെയും കാണാണ്ട് വിഷമിച്ച് റോട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നീതുവിൻ്റെ വീട്ടിലേക്ക് പോയ ഹരീഷിനെ കാണുന്നില്ല എന്ന് നിധിയോട് വിഷമത്തോടെ പറയുമ്പോൾ, അത് സാരില്ല, അവൻ പോയിട്ട് വരട്ടെ, ഈ പ്രശ്നം അവൻ തന്നെ ഹാൻഡിൽ ചെയ്യാനാണ് നല്ലത് സുഭാഷ് ഏട്ടാ എന്ന് പറയും. പിന്നെ നീതുവിനെ വിളിച്ച് നിർത്തി കഴിഞ്ഞിട്ട് ഹരീഷ് എന്തായാലും ചോദ്യം ചെയ്യാനുള്ളൊരു പാകമൊക്കെയാണ് കാണിക്കുന്നത്. നീതു ആകെ പേടിച്ച് നിൽക്കുന്നതാണ് പ്രമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.